നിഖിൽ അതാ അടുത്ത വെറൈറ്റി ഐറ്റവുമായിട്ട് നിഖിൽ വീണ്ടും വരുന്നു. നിഖിൽ, എന്താണ്? ഷാജി പാപ്പനെയാണ് ഞങ്ങൾ കണ്ടത് ഒറ്റ നോട്ടത്തിൽ. അപ്പോൾ എൻ്റെ കൂടെ ഷാജി പാപ്പനും രമണനും കാട്ടോറമ്പ ചേട്ടനും ഒക്കെ ഇവിടെ ഉണ്ട്. എനിക്കൊന്ന് അത്തഘോഷയാത്രയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ രൂപങ്ങളൊക്കെ ഇവിടെ ഇറങ്ങുന്നത്. കുറച്ച് നാളായി സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെയധികം വൈറലായിക്കൊണ്ടിരുന്ന രൂപങ്ങളാണ് ഇതൊക്കെ. ഈ ഇവിടെ രമണനും ഷാജി പാപ്പനും കാട്ടോറമ്പ ചേട്ടനും ഒക്കെ അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആള് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇതിപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു അത്തത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഇറങ്ങണത് ഈ സാധനം. പിന്നെ അത്തത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് ഇറങ്ങണത്. ഷാജി പാപ്പാൻ ടീം എന്നാണ് എന്നെ പറയണത്. എൻ്റെ പേര് പ്രിൻസ്, ചേർത്തല ആനന്ദവല്ലി കമ്മ്യൂണിക്കേഷൻ. അതാണ് എൻ്റെ. നമുക്കിപ്പോൾ എത്ര രൂപങ്ങളുണ്ട് ഇങ്ങനെ ഇറക്കാൻ? 5 രൂപങ്ങളുണ്ട്, 5എണ്ണം. ഇത് ഷാജി പാപ്പാൻ, പിന്നെ പപ്പു, പിന്നെ മറ്റേ പിന്നെ രമണൻ, പിന്നെ സുരാജി, പിന്നെ മാമുക്കോയ. എല്ലാ ഈ ഉത്സവ സ്ഥലങ്ങളിലും നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഉത്സവത്തിന് 150 പരം വേദികൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതെ അതെ, ഘോഷയാത്ര കവർ ചെയ്തിരിക്കുക. സർക്കാർ ഭാഗത്തുനിന്ന് റെസ്പോൺസ് എങ്ങനെയാണ്? ഭയങ്കര അഭിപ്രായമാണ്, നല്ല ഗംഭീര അഭിപ്രായമാണ്. അത് തന്നെയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായി സമൂഹ മാധ്യമങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വൈറലായിക്കൊണ്ടിരിക്കുന്ന കുറേയധികം കഥാപാത്രങ്ങൾ. നമ്മുടെ രമണൻ മീനൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്, കണ്ടല്ലേ? രമണൻ ഇവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഈ തൃപ്പൂണിത്തുറയുടെ മനസ്സ് കീഴടക്കാൻ, തൃപ്പൂണിത്തുറയുടെ ഈ രാജവീതികളെ കീഴടക്കിക്കൊണ്ട് നടക്കാൻ രമണൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഷാജി പാപ്പൻ റെഡിയാണ്, അതുപോലെ നമ്മുടെ കാട്ടോറമ്പ ചേട്ടൻ റെഡിയാണ്. ഇവിടേക്ക് വന്നാൽ ഇവിടെ നമ്മുടെ സുരാജേട്ടൻ്റെ ഒരു ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്ത് വന്നാൽ മാമുക്കോയ അവിടെ റെഡിയായിട്ട് ഇങ്ങേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഇത് ഓരോ വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ നമ്മളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്നായി ഓരോ ഇവിടെ അണിനിരക്കുന്ന രൂപങ്ങൾ, അല്ലെങ്കിൽ കലാരൂപങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ കാര്യങ്ങളും ഇവിടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്തായാലും നമുക്ക് വളരെ മനോഹരമായി തന്നെ ഓരോ നിമിഷവും നമ്മൾ ഓരോ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ നമുക്കിങ്ങനെ മനോഹരങ്ങളായ കുറേയധികം കാഴ്ചകൾ എന്തായാലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.